നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണല്ലേ. അതിൽ കപ്പാസിറ്റേഴ്സിൽ ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. And then fixed capacitors is again classified into non-polarized capacitors and polarized capacitors. And inside of variable capacitors, this is again classified into tuning capacitors and trimmer capacitors. Okay, അതിൽ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സിന്റെ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് പേപ്പർ ഓർ പ്ലാസ്റ്റിക് ഓർ മൈക്ക കപ്പാസിറ്റർ ആണ്. ഇത് മൂന്നാണെങ്കിലും പേപ്പർ കപ്പാസിറ്റർ ആണെങ്കിലും പ്ലാസ്റ്റിക് കപ്പാസിറ്റർ ആണെങ്കിലും ആൻഡ് മൈക്ക കപ്പാസിറ്റർ ആണെങ്കിലും സിമിലർ കൺസ്ട്രക്ഷൻ ആണ്. അതിൽ മൈക്ക മാത്രമേ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. എന്താണ്, ടു മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതിലേതെങ്കിലും ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യും. ഓക്കെ, പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക്കിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അതിന് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മൈക്ക ആണെങ്കിൽ മൈക്ക എന്ന് പറഞ്ഞാൽ അത് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, അതി ഫ്ലെക്സിബിൾ അല്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും, ടു പ്ലേസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ മൈക്ക ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ ആക്കി മാറ്റും. ഓക്കെ, ഇതാണ് നോൺ പോളറൈസ്ഡിന്റെ ഒരു എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ വരുന്നത് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ എ നോൺ പോളറൈസ്ഡ്. നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ എന്താ, അതിന്റെ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റുകളും ഏത് പൊളാരിറ്റി വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അത് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ പ്ലേറ്റുകളുടെ പൊളാരിറ്റി. അതൊരു ഫിക്സഡ് പൊളാരിറ്റി ഇല്ല, അതാണ് നോൺ പോളറൈസ്ഡ്. ഓക്കെ, അപ്പൊ അതിൽ സെക്കൻഡ് എക്സാമ്പിൾ വരുന്നത് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ്. ദിസ് സെറാമിക് കപ്പാസിറ്റേഴ്സ് ഈസ് ഓൾറെഡി ഫെമിലിയർ ടു. എന്താ ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ കുറേ സ്മോൾ ഒരു ഡിസ്ക് ഷേപ്പിലുള്ള ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മണ്ണ് കളറിലുള്ള മെറ്റീരിയൽസ് കാണുന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും എല്ലാം ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ റെസിസ്റ്ററും വലിയ കപ്പാസിറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് ഒരു ഡിസ്ക് ഷേപ്പിൽ ഒരു ബ്രൗൺ ഓർ അല്ലെങ്കിൽ ഒരു സോയിൽ കളർ, ആ രീതിയിലുള്ള കുഞ്ഞി ചെറിയ വളരെ സൈസിൽ ചെറുതായിട്ടുള്ള ഒരു കോമ്പണന്റ് കാണും. ഓക്കെ, അതാണ് എന്ത്, സെറാമിക് കപ്പാസിറ്റർ. ഓക്കെ, അപ്പം ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ വളരെ കുറവാണ്. ബട്ട് ഇങ്ങനെയുള്ള സർക്യൂട്ടുകളിലൊക്കെ മോസ്റ്റ് കോമൺലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ ആണ് സെറാമിക് കപ്പാസിറ്റർ. അപ്പൊ അതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ഇവിടെ ഉണ്ട് സെറാമിക് കപ്പാസിറ്ററിന്റെ. അതിലെന്താ, ടു പ്ലേറ്റുകൾ ഉണ്ടാകും. നമ്മൾ നോർമൽ കൺസ്ട്രക്ഷൻ തന്നെ ടു പ്ലേറ്റുകൾ ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഡൈഇലക്ട്രിക് ഉണ്ടാവും. ഓക്കെ, ഡൈഇലക്ട്രിക് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, സെറാമിക് ഡിസ്ക് ആണ്. സെറാമിക് ഡിസ്ക് ആണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ രണ്ട് സൈഡിൽ ഇതുപോലെ മെറ്റൽസ് ഉണ്ടാവും, മെറ്റൽ പ്ലേറ്റുകൾ ഉണ്ടാവും. ഈ മൊത്തമുള്ള സ്ട്രക്ചറിനെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും, ദെൻ ഒരു സെറാമിക് ഡിസ്ക് ഉണ്ടാവും, ദെൻ എഗെയിൻ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ മൂന്ന് സാധനത്തിനെയും ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഔട്ടർ മോസ്റ്റ് കാണുന്ന കളർ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഇതിന് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും ഔട്ട് സൈഡിലേക്ക്. ത്രൂ ദീസ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ഇതിനെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇലക്ട്രോഡ് മീൻസ് അവിടെ ഒരു കണക്റ്റിംഗ് വയർ. ഓക്കെ, ആ കണക്റ്റിംഗ് വയർ വഴിയാണ് നമ്മൾ ഇതിനെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് എന്ത്, സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. എന്താണ്, റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പിലുള്ള ടു മെറ്റൽ പ്ലേറ്റുകൾ ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സെറാമിക് ഡിസ്കും പ്ലേസ് ചെയ്യും. ആ മൂന്ന് കോട്ട് ചെയ്തിട്ട് ഗ്രീൻ കളറിലൂടെ കാണിക്കുന്നതാണ് ആ പ്രൊട്ടക്റ്റീവ് കവറിങ്. പ്രാക്ടിക്കലി അത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു സോയിൽ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി അതിന് പുറത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ടു കണക്റ്റീവ് വയേഴ്സ് ഉണ്ടാവും. ഇത്രയാണ് സെറാമിക് കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അധികം ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ജസ്റ്റ് അതിന്റെ കൺസ്ട്രക്ഷനും. ആക്ച്വലി നിങ്ങൾക്ക് കപ്പാസിറ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വേണ്ടത്. പിന്നെ പോയിന്റ്, നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതനുസരിച്ച് പോയിന്റ് നോക്കിയിട്ട് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പൊ അതിൽ ഈ ഒരു പോയിന്റുകളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇത് രണ്ടാണ് എന്ത്, നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്, പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ് അല്ലെ. ഫിക്സഡ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് തന്നെ നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് എന്താണ്, പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, പോളറൈസ്ഡ് എന്താണ്,
പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ഒരു മെറ്റൽ പ്ലേറ്റ് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും, അതിന്റെ മറ്റേ മെറ്റൽ പ്ലേറ്റ് എപ്പോഴും നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. അതിന്റെ പൊളാരിറ്റീസ് ഫിക്സ്ഡ് ആയിരിക്കും, അത് വാരി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ പൊളാരിറ്റി നോക്കി ചെക്ക് ചെയ്ത് വേണം ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ. നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ ആ പ്രശ്നമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അത് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ മാത്രമേ അതിന് ഒരു പ്ലേറ്റിന് പോസിറ്റീവും ഒരു പ്ലേറ്റിന് നെഗറ്റീവും കിട്ടുള്ളൂ. ഓക്കെ, ബട്ട് ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സിന്റെ വൺ പ്ലേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ആൻഡ് അനദർ പ്ലേറ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ നമ്മളത് നോക്കി ശ്രദ്ധിച്ചിട്ടേ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ. അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ മെറ്റൽ പ്ലേറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡ്സ്, ഓക്കെ, ദേ ആർ യൂസ്ഡ് ആസ് എ മെറ്റൽ ഇലക്ട്രോഡ്സ്. അപ്പം ഇവിടെ 2 ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലെ, 2 ഗ്രീൻ കളർ കാണുന്നുണ്ട്. ഇപ്പൊ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോഡ് എപ്പോഴും അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റി ഇല്ലതായിരിക്കും. അത് ഏത് പ്ലേറ്റ് ആണെന്ന് വെച്ചാൽ, ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, 2 അലൂമിനിയം ഫോയിൽ എടുക്കും, 2 അലൂമിനിയം ഫോയിൽ മെറ്റൽസ് എടുക്കും. എന്നിട്ട് അതിൽ ഒരു അലൂമിനിയം ഫോയിലിന്റെ മുകളിൽ അലൂമിനിയം ഓക്സൈഡ് ഫിലിം പ്രൊവൈഡ് ചെയ്യും. അലൂമിനിയം ഓക്സൈഡ് ഫിലിം, ഓക്കെ, ഈ സൈഡിൽ കണ്ടു, ഈ ഗ്രീനിന്റെ മുകളിൽ ഒരു ചെറിയൊരു തിക്നെസ്സിൽ എന്താണ് അലൂമിനിയം ഓക്സൈഡ് ഫോയിൽ ഫിലിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഏത് മെറ്റൽ പ്ലേറ്റിന്റെ മുകളിലാണോ അല്ലെങ്കിൽ ഏത് അലൂമിനിയം ഫോയിലിന്റെ മുകളിലാണോ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കോട്ടിംഗ് ചെയ്തിരിക്കുന്നത്, ആ പ്ലേറ്റ് ആയിരിക്കും എപ്പോഴും പോസിറ്റീവ്. ഓക്കെ, ആ പ്ലേറ്റ് ആയിരിക്കും എപ്പോഴും പോസിറ്റീവ്. അപ്പൊ അതിന്റെ മറ്റേ എൻഡിലുള്ള പ്ലേറ്റ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി കൺസ്ട്രക്ഷൻ എന്താണ്, 2 മെറ്റൽ പ്ലേറ്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ ഇലക്ട്രോലൈറ്റിക് സ്പേസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ. സിമ്പിൾ ആണ്. അതിന്റെ മെറ്റൽ പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ ആണ്. ആൻഡ് ഓൾസോ അതിന്റെ ഒരു അലൂമിനിയം ഫോയിലിന്റെ മുകളിൽ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കോട്ടിംഗ് ചെയ്യും. ആ പ്ലേറ്റ് ആയിരിക്കും എപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിൽക്കുന്നത്. അതിന്റെ മറ്റേ പ്ലേറ്റ് എന്തായിരിക്കും, എപ്പോഴും നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തായിരിക്കും, ഇലക്ട്രോലൈറ്റിക് സ്പേസറും കൂടി ഉണ്ടാവും. അപ്പൊ ഇത്രയും അറേഞ്ച്മെന്റ് ആകുമ്പോൾ അതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി 2 മെറ്റൽ പ്ലേറ്റ്സിനും പുറത്തിലേക്ക് എന്ത് ചെയ്യും, ഒരു കണക്ടിങ് വയർ എടുക്കും. ആ കണക്ടിങ് വയർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സർക്യൂട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിന്റെ സിമ്പിൾ ആണ്. നമുക്ക് ഈ 2 തരത്തിലും ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ആണ് അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡിൽ പോസിറ്റീവും ബെൻഡ് ആയിട്ടുള്ള സൈഡിൽ നെഗറ്റീവും വരുന്ന രീതിയിലുള്ള സിമ്പിൾ. അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെയും റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ, ഒരു എൻഡ് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, മറ്റേ എൻഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ. റെക്ടാങ്കിൾ വരച്ച എൻഡ് ആയിരിക്കും പോസിറ്റീവ്. അപ്പൊ 2 രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഓക്കെ, അപ്പം ഈ ഫിക്സഡ് ടൈപ്പ് കപ്പാസിറ്റേഴ്സിന്റെ ഈ 3 ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണോ? ജസ്റ്റ് അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ആ ഒരു ചേഞ്ച് എന്താണ്, ഓരോന്നിന്റെയും കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു ചേഞ്ച് അത് മനസ്സിലാക്കിയാൽ മതി. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ക്ലിയർ അല്ലേ? Polar or plastic or mica capacitor, ceramic capacitor. And non-polarized example ആണ്, non-polarized example ആണ് paper or plastic or mica capacitor and ceramic capacitor. And polarized one ന്റെ example ആണ് electrolytic capacitor. Okay, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ് അല്ലെ. വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ട്രിമ്മർ കപ്പാസിറ്റർ. ട്രിമ്മർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ട്രിമ്മറിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ അതിന്റെ വർക്കിംഗ് ഒക്കെ പറയുന്നതിന് മുന്നേ എനിക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അറിയോ? നമ്മൾ മുന്നേ ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഓക്കെ, ഞാൻ പറയാം. നമ്മൾ പഠിച്ചതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു ഓർമ്മയുണ്ടോ? Capacitance C is equal to epsilon A by D. Okay, where epsilon is the proportionality constant. Okay, here A is the overlapping area of the two metal plates and D is the distance between two metal plates. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? യെസ് അല്ലേ? അപ്പം ട്രിമ്മറിന്റെ കേസ് പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കണം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആണ്. ഓക്കെ, അതില് എപ്സിലോൺ എന്ന് പറയുന്നത് അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ? നമ്മൾ നോർമലി എങ്ങനെ എഴുതാ? സി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. സോ സി ഇസ് പ്രൊപ്പോർഷണൽ ടു എ ബൈ ഡി എന്ന് എഴുതാം. അതിൽ എ എന്ന് പറയുന്നത് ഏരിയ ആണ്. എന്ത് ഏരിയ ആണെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ഏരിയ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റൽ പ്ലേറ്റ്സ്. ഓക്കെ, അപ്പോഴെന്താ ഈ കപ്പാസിറ്റൻസ് വാല്യൂ സി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഏരിയ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഹലോ ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കിയേ. കപ്പാസിറ്റൻസ് സി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. അപ്പൊ കപ്പാസിറ്റൻസ് വാല്യൂ ഏരിയ കൂടുമ്പോഴാണോ അത് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഏരിയ കുറയുമ്പോഴാണോ? ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇത് സി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ അല്ലേ? അപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ ഓവർലാപ്പിംഗ് ഏരിയ കൂടുമ്പോഴായിരിക്കും കപ്പാസിറ്റൻസ് കുറയുക അല്ലെ? ഇനി ഓവർലാപ്പിംഗ് ഏരിയ കുറയുമ്പോഴെന്ത് ചെയ്യും? കപ്പാസിറ്റൻസ് കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഡിസ്റ്റൻസ്. അപ്പൊ അതെങ്ങനെയായിരിക്കും? കപ്പാസിറ്റൻസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഡിസ്റ്റൻസിന്റെ വാല്യൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റൽ പ്ലേറ്റ്സ് ഡിക്രീസ് ചെയ്യണം. അപ്പൊ ടു മെറ്റൽ പ്ലേറ്റ്സ് അടുത്താണെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും. ഇനി കപ്പാസിറ്റൻസ് വാല്യൂ കുറക്കണമെങ്കിൽ എന്താണ്? ആ ഡിസ്റ്റൻസ് കൂട്ടണം. ടു മെറ്റൽ പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ കുറവായിരിക്കും. അപ്പൊ അതാണ് രണ്ട് ആ ഒരു റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ടാണ് ട്രിമ്മർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രിമ്മറിന്റെ കേസ് പറയുകയാണെങ്കിൽ നോക്കി, ഇവിടെയുള്ള ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. രണ്ട് സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്ക് ആയിരിക്കും. സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്കുകളായിരിക്കും. ഓക്കെ, ഈ രണ്ട് ഡിസ്കും എന്ത് ചെയ്യും? ഈ രണ്ട് ഡിസ്കും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ് വെച്ചിട്ടുണ്ടാകുക. ഒന്നിന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ഇതിന്റെ മുകളിൽ നമുക്ക് ഈ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓവർലാപ്പിംഗ് ടു മെറ്റൽ പ്ലേറ്റ്സ് ഇങ്ങനെയുണ്ട്. ഓക്കെ, ടു മെറ്റൽ പ്ലേറ്റ്സ് ഇങ്ങനെയുണ്ട്. ഇതിന്റെ ഇപ്പോഴുള്ള ഈ ഓവർലാപ്പിംഗ് ഏരിയ എത്രയാണ്? ഈ രണ്ട് മെറ്റൽ പ്ലേറ്റ്സും ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ടു മെറ്റൽ പ്ലേറ്റ്സ് ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ 1 എഴുതുന്ന മെറ്റൽ 1ഉം ഇല്ല അല്ലെ? 2 എഴുതിയത് മെറ്റൽ 2 ആണ്. അപ്പൊ രണ്ടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടു മെറ്റൽസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഡി. അതാണെന്ത്? ഇവിടെയുള്ള ഡി. ഇത് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ഏരിയ ആണ് ഇവിടെയുള്ള എ. അപ്പം അറ്റ് പ്രസന്റ് ഇവിടെ എന്താണ്? ഓവർലാപ്പിംഗ് ഏരിയ എ 0 ആണ് അല്ലെ? എ എന്താണ്? 0 ആണ്.
ഇനി പറയാം. ഇനി വേറൊരു ഫിഗർ എടുക്കുകയാണെങ്കിൽ എന്താണ്, 2 മെറ്റൽ പ്ലേറ്റ്സ് ആണ്. ഇത് രണ്ടും ഇതുപോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ഇത് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ. അപ്പൊ ഇവിടെ ഓവർലാപ്പ് ഉണ്ടല്ലോ, ഇത്രയും ഏരിയ എന്താണ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു ഫിഗർ വരക്കുകയാണെങ്കിൽ വേറൊരു കണ്ടീഷൻ, 2 മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്, അതിന്റെ ഇത്രയും ഏരിയ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഓവർലാപ്പിംഗ് ഏരിയ അത് കൂടി വരുന്നതനുസരിച്ച് ഇവിടെയുള്ളതിനെക്കാട്ടും കൂടുതലാണ് ഇവിടെ അല്ലെ, ഇവിടെയുള്ള ഓവർലാപ്പിംഗ് ഏരിയനെക്കാളും കൂടുതലാണ് ഇവിടെ. അപ്പൊ ഓവർലാപ്പിംഗ് ഏരിയ കൂടി വരുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെയാണ് നോർമലി കപ്പാസിറ്റൻസിന്റെ ആ ഒരു കപ്പാസിറ്റൻസ് ആൻഡ് ഓവർലാപ്പിംഗ് ഏരിയ തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നോക്കൂ, 2 സെമി സർക്കുലർ ഡിസ്കുകൾ ഉണ്ട്. അപ്പൊ അറ്റ് പ്രസന്റ് അത് രണ്ടും ഇതുപോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴിവിടെ ഉണ്ടാകുന്ന ഈ ഒരു ട്രിമ്മറിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് വാല്യൂ മാക്സിമം ആയിരിക്കുമോ മിനിമം ആയിരിക്കുമോ? കപ്പാസിറ്റൻസ് വാല്യൂ മാക്സിമം ആയിരിക്കുമോ അല്ലെങ്കിൽ മിനിമം ആയിരിക്കുമോ? ഈ ഒരു ട്രിമ്മറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സെമി സർക്കുലർ ഡിസ്കുകൾ ഉണ്ടാവും. അപ്പൊ ആ ഡിസ്കുകളിൽ 1 ഡിസ്ക് ഈസ് ഫിക്സഡ് ആയിരിക്കും, ഒന്ന് ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിന്റെ മുകളിലുള്ള ഒന്ന് എന്തായിരിക്കും, മൂവബിൾ ഡിസ്ക് ആയിരിക്കും, നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ, ഈ അറേഞ്ച്മെന്റ് ഡയറക്ട്ലി അപ്പർ ആ ഒരു അപ്പർ ഡിസ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഡിസ്കിനെ നമുക്ക് ക്ലോക്ക് ഓർ ആന്റി ക്ലോക്ക് വൈസ് കറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അറ്റ് പ്രസന്റ് ഈ 2 ഡിസ്കുകളും ഫിക്സഡ് ആയിട്ടുള്ള സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്കും മൂവബിൾ ആയിട്ടുള്ള സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്കും എന്താണ്, രണ്ടും ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റൻസ് വാല്യൂ മാക്സിമം ആയിരിക്കോ അല്ലെങ്കിൽ മിനിമം ആയിരിക്കോ? മിനിമം ആയിരിക്കോ? അവിടെ ഓവർലാപ്പിംഗ് ഏരിയ നോക്കിയേ, ഓവർലാപ്പിംഗ് ഏരിയ വളരെ ഓക്കെ മാക്സിമം ആയിരിക്കും അല്ലെ. എന്താന്ന് വെച്ചാൽ അവിടെ അറ്റ് പ്രസന്റ് ഓവർലാപ്പിംഗ് ഏരിയ മാക്സിമം ആണ്. സോ കപ്പാസിറ്റൻസ് വാല്യൂ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. കാരണം കപ്പാസിറ്റൻസ് വാല്യൂ സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓവർലാപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ ഓവർലാപ്പിംഗ് ഏരിയ കൂടുന്നതിനനുസരിച്ച് അത് മാക്സിമം ആവുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചു, ഇതിന്റെ മുകളിലത്തെ ലീഡിങ്ങിനെ ക്ലോക്ക് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ കറക്കുന്നു, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഞാൻ കറക്കുന്നു. കറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മുകളിലുള്ള സെമി സർക്കുലർ ഡിസ്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് കറങ്ങും. ഓക്കെ, അപ്പം ആ ഒരു റൊട്ടേഷൻ എങ്ങനെ വരും, ഓൾറെഡി അവിടെ 2 ഓവർലാപ്പ് ചെയ്ത് നിൽക്കുമായിരുന്നു. ബട്ട് ഞാനത് കറക്കി ഒരു പൊസിഷൻ കുറച്ച് ചേഞ്ച് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ ഈ എത്ര പോർഷൻസ് മാത്രമേ ഓവർലാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കപ്പാസിറ്റൻസ് വാല്യൂ കുറഞ്ഞില്ലേ, കുറയില്ലേ? യെസ്. ഇനി ഞാനത് കറക്കി എന്ത് ചെയ്യുന്നു, രണ്ടും ടച്ച് ഇല്ലാത്ത രീതിയിൽ വെക്കുന്നു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ക് ഇവിടെയും ഒരു ഡിസ്ക് ഇവിടെ, അപ്പൊ രണ്ടും എന്താണ്, ഓവർലാപ്പിംഗേ ഇല്ല. ഈ ഒരു ഫിഗർ നോക്കൂ, രണ്ടും ഓവർലാപ്പിംഗേ ഇല്ല. അപ്പൊ അവിടെ കപ്പാസിറ്റൻസ് വാല്യൂ മിനിമം ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത്, ട്രിമ്മർ എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഈ വേരിയബിൾ കപ്പാസിറ്ററിൽ ഓവർലാപ്പിംഗ് ഏരിയ ചേഞ്ച് ചെയ്തിട്ടാണ് കപ്പാസിറ്റൻസ് വാല്യൂ വേരി ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്കുകൾ ഉണ്ടാവും. 1 ഡിസ്ക് ഈസ് ഫിക്സ്ഡ് ആയിരിക്കും ആൻഡ് അനദർ 1 ഈസ് മൂവബിൾ ആയിരിക്കും. അപ്പർ ഉള്ളത് മൂവബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു അറേഞ്ച്മെന്റിൽ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അതിനെ കറക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഇതുപോലെ കറക്കും. അപ്പൊ കറക്കുന്ന സമയത്ത് മുകളിലുള്ള മൂവബിൾ ഡിസ്കും എന്ത് ചെയ്യും, കറക്കും. അപ്പം എപ്പോഴാണോ
അപ്പർ ആൻഡ് ലോവർ ഡിസ്കുകൾ മാക്സിമം ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടും. എപ്പോഴാണോ അത് ഓവർലാപ്പിംഗ് കുറഞ്ഞു 0 ഓവർലാപ്പിംഗ് വരുന്നത്, അപ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി അത് പകുതിയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ഉള്ള കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഓവർലാപ്പിംഗ് ഏരിയ വേരി ചെയ്തിട്ട് നമുക്ക് അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂന് വേരി ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ട്രിമ്മറിന്റെ ആ ഒരു വർക്കിംഗ് ക്ലിയർ അല്ലേ? ഓക്കെ, റെസ്പോൺസ് കുറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? സിമ്പിൾ ഒരു ലോജിക് ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? യെസ്, ഓക്കെ, ഗുഡ്. ഇനി ഞാൻ നിങ്ങളോട് റെസിസ്റ്റർ, വേരിയബിൾ റെസിസ്റ്റർ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ അറിയില്ലേ? റോ എൽ ബൈ എ. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അതും ഇതുപോലെ കപ്പാസിറ്റൻസ് പോലെയുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ഏരിയ ആണ്. അപ്പൊ ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യിക്കാം. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് കുറക്കണമെങ്കിൽ ലെങ്ത് കുറക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാം. അപ്പം ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വേരി ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ്, നമ്മൾ ആ 3 ലീഡുകൾ ഉണ്ടെങ്കിൽ 2 ഫിക്സഡ് ആയിരിക്കും, 1 വേരിയബിൾ ആയിരിക്കും. ഈ വേരിയബിൾ ലീഡ് ഓരോ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആ റെസിസ്റ്റൻസ് പാത്തിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസും ഡിക്രീസും ചെയ്യും. അവിടെ റെസിസ്റ്റൻസ് പാത്തിന്റെ ലെങ്ത് കൂട്ടുകയും കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ ഇപ്പൊ റിയോസ്റ്റാറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ആ റെസിസ്റ്റൻസ് പാത്ത് കൂട്ടുകയും കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസ് പാത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ആ പാത്ത് ലെങ്ത് കുറയുമ്പോൾ. റെസിസ്റ്റൻസ് പാത്ത് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കൂടും. ഓക്കെ, ഇതൊക്കെ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ്. ഓക്കെ, ഇപ്പം പറഞ്ഞ കപ്പാസിറ്റൻസിന്റെ കേസിലുള്ള അതേപോലെ തന്നെയാണ് നമ്മൾ അവിടെ വേരിയബിൾ റെസിസ്റ്റേഴ്സും പഠിച്ചത്. ഓക്കെ, അവിടെ ആ ഒരു ഇക്വേഷൻ പറയാൻ വിട്ടുപോയി, അതാണ് ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത്. ഇതും ക്ലിയർ അല്ലേ? സെയിം രീതിയിൽ ചിന്തിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ട്രിമ്മർ ഇത്രയാണ് പറയാനുള്ളത്. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് പാഡർ. വേരിയബിൾ കപ്പാസിറ്ററിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് പാഡർ. പാഡറും ഇതേ ഇക്വേഷൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് വേരി ചെയ്യിച്ചിട്ടാണ് കപ്പാസിറ്റൻസ് വേരി ചെയ്യിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസ് വെച്ചാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ എന്താ, നമ്മളൊരു കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ 2 മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ഈ ഇക്വേഷനിൽ പറയുന്ന ഈ ഡി എന്ന് വെച്ചാൽ ഈ 2 മെറ്റൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഡി. അപ്പം ഒരു കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ 2 മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡയലക്ട്രിക് ഉണ്ടാവും. ഇനി ആ 2 മെറ്റൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് ഈ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഈ കപ്പാസിറ്റൻസ് ഇക്വേഷനിൽ വരുന്ന. മനസ്സിലാവും? ഈ ഡിസ്റ്റൻസ് ഡി കുറയുവാണെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മെറ്റൽ പ്ലേറ്റ്സ് കൂടുവാണെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ കുറയും, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയാണ് ഇവിടെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫിഗർ ഉണ്ട്. ഇതില് 2 പ്ലേറ്റ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 പ്ലേറ്റ്സ് ഉണ്ട്. അതിൽ 1 പ്ലേറ്റ് ഈസ് ഫിക്സഡ് ആയിരിക്കും. 2 പ്ലേറ്റുകൾ ഉണ്ട് ഇങ്ങനെ, ഒന്ന് അപ്പറും ഒന്ന് ലോവറും ആയിട്ട് ഇങ്ങനെ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. അതില് ലോവർ പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, താഴത്തത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇനി അപ്പർ പ്ലേറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് മൂവബിൾ ആയിരിക്കും. അപ്പർ പ്ലേറ്റ് മൂവബിൾ ആയിരിക്കും. അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് എന്താണ്, ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇൻബിറ്റ്വീൻ ആയിട്ട് ഇതുപോലെ ഡയലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 2 പ്ലേറ്റ്സ് ഉണ്ട്, റെക്ടാങ്കുലർ പ്ലേറ്റ്സ് ആയിരിക്കും. ലോവർ പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, അപ്പർ പ്ലേറ്റ് മൂവബിൾ ആയിരിക്കും.
ഇനി അത് എങ്ങനെ മൂവ് ചെയ്യിക്കുന്നു നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്ക്രൂ കാണുന്നില്ലേ, ഒരു സ്ക്രൂ. ഈ സ്ക്രൂ ഈ മൂവബിൾ പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴാണ് ഈ സ്ക്രൂ ടൈറ്റൻ ചെയ്യുക, ടൈറ്റൻ ചെയ്യുമ്പോൾ ഇതിന്റെ അപ്പർ പ്ലേറ്റ് എന്ത് ചെയ്യും, താഴേക്ക് മൂവ് ചെയ്യും. നമ്മൾ സ്ക്രൂ ടൈറ്റൻ ചെയ്യുമ്പോൾ അപ്പർ പ്ലേറ്റ് താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അറ്റ് പ്രസന്റ് ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിൽ ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് ആൻഡ് അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതിനിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് ടൈറ്റൻ ചെയ്യാണ്. ഈ സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂ എന്ത് ചെയ്യും, ഈ അപ്പർ പ്ലേറ്റും കൂടെ കൂട്ടിയിട്ട് താഴേക്ക് മൂവ് ചെയ്യും. സോ ഇത് സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് ഈ അപ്പർ പ്ലേറ്റ് താഴേക്ക് മൂവ് ചെയ്യും. സോ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ പ്ലേറ്റ് കുറയും. കണ്ടോ, ഇവിടെ ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് ഇത്ര കുറഞ്ഞു. ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസ് കുറയുമ്പോഴെന്താണ്, ഇവിടെ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആ സ്ക്രൂ ലൂസൺ ചെയ്യുകയാണെങ്കിലോ, ലൂസൺ ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അപ്പർ പ്ലേറ്റ്, നെക്സ്റ്റ് കേസ് ഞാൻ സ്ക്രൂ ലൂസൺ ചെയ്യാണ്. ലൂസൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അഗെയിൻ അപ്പർ പ്ലേറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പർ പ്ലേറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാകുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കുറയും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും വരുന്നത്. ഇവിടെ എന്താണ്, ഒരു അപ്പർ ആൻഡ് ലോവർ പ്ലേറ്റുകൾ ഉണ്ട്. ലോവർ പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, അപ്പർ പ്ലേറ്റ് മൂവബിൾ ആയിരിക്കും. അപ്പർ പ്ലേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്ക്രൂ ആയിരിക്കും. സോ സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് അപ്പർ പ്ലേറ്റ് താഴേക്ക് മൂവ് ചെയ്യും. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് റെഡ്യൂസ് ചെയ്യും. ഹിയർ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഇൻക്രീസ് ചെയ്യും. Okay, and whenever we are loosening the screw, then the upper plate moves upwards, മുകളിലേക്ക് പോകും. Okay, then the distance between two plates increases and the capacitance value reduces. അതാണ് പാഡറിൽ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഇത്? യെസ്, അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫിക്സഡിൽ പോളറൈസ്ഡ് ആൻഡ് നോൺ പോളറൈസ്ഡ് ഉണ്ട്. നോൺ പോളറൈസ്ഡ് എക്സാമ്പിൾ പേപ്പർ, മൈക്ക കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റേഴ്സ് ഒക്കെ വരും. ഇനി പോളറൈസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരും. ഇനി വേരിയബിൾ കപ്പാസിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ടിമ്മർ, ഫാഡർ ഒക്കെ. പിന്നെ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സിമിലർ ഫംഗ്ഷനിങ് തന്നെയാണ്. ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോസിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി ട്യൂണിംഗ് അങ്ങനെ പല കാര്യങ്ങൾക്കും റേഡിയോസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. FM ആൻഡ് AM റേഡിയോസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ. കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഒന്ന് മൾട്ടിമീറ്റർ മെത്തേഡ് വെച്ചിട്ടും അതുപോലെ തന്നെ കളർ കോഡിംഗ് മെത്തേഡ് വെച്ചിട്ടും കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്ക് കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ ഏതൊക്കെ തരത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് പാക്കേജ് സ്റ്റൈൽസ്, കപ്പാസിറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സും പാക്കേജ് സ്റ്റൈൽസും നോക്കാം. നമുക്കിവിടെ സെറാമിക് ഡിസ്ക് കപ്പാസിറ്റേഴ്സ് കാണുന്നില്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ഈ പല സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളിലും കാണുന്നത് ഇതുപോലെയുള്ള കപ്പാസിറ്റേഴ്സ് ആയിരിക്കും, ഒരു സോയിൽ കളറിലുള്ള കപ്പാസിറ്റേഴ്സ്. പിന്നെ ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് കാണുന്നുണ്ട്. ഇതൊക്കെ മൈലാറോ ടെൻഡാലം കപ്പാസിറ്റേഴ്സ് ആണ്. പിന്നെ ഈ രീതിയാണ് ഉണ്ടാകുക. ഓക്കെ, അതുപോലെ ഈ രീതി അപ്പൊ അതിന്റെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കണക്റ്റീവ് ലെങ്ത് കൂടുതലാണ് അല്ലേ, ഇതിന്റെ ലെങ്ത് കൂടുതലാണ്, ഒന്ന് കുറവാണ്. അപ്പൊ കണക്റ്റിംഗ് വയറിന്റെ ലെങ്ത് കൂടിയ പോസിറ്റീവ് ടെർമിനലും കുറഞ്ഞത് നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ്, അതിന്റെ ഒരു സൈഡിൽ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്, ആ സൈഡിൽ ഇലക്ട്രോഡ് ആയിരിക്കും നെഗറ്റീവ്. നമുക്ക് അങ്ങനെ വെച്ചിട്ട് അതിന്റെ പൊളാരിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഡിസൈനിലൊക്കെ എന്താണ്, കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സർഫസ് മൗണ്ട് സെറാമിക് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, എന്താണ് അതിന്റെ ടൈപ്സും പാക്കേജ് സ്റ്റൈൽസും നമ്മൾ നോർമലി കാണുന്ന. അപ്പൊ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണോ, ഓക്കെ ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്, ഇത് ഇലക്ട്രോലൈറ്റിക് ആണ്, ഇത് സെറാമിക് ആണ്. അത് നിങ്ങൾ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗേഴ്സ് നോക്കിയാൽ മതി.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് കപ്പാസിറ്റേഴ്സ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് നോക്കാം. മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഓക്കെ, കപ്പാസിറ്റേഴ്സ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മെയിൻലി 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഈ കപ്പാസിറ്റേഴ്സ് സം ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് മെയിൻലി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിന്റെ ഒക്കെ ആ കപ്പാസിറ്ററിന്റെ പുറത്തെ കോട്ടിങ്ങിന്റെ മുകളിൽ തന്നെ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, ഡയറക്ട്ലി റിട്ടേൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ കപ്പാസിറ്റർ എടുത്തിട്ട് അതിന്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ഇസ് ദ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം. അപ്പൊ ഇതൊരു കപ്പാസിറ്റർ ആണ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. അതിന്റെ മുകളിൽ നോക്കിയാൽ 10 മൈക്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് കപ്പാസിറ്റൻസ് വാല്യൂ ഈസ് 10 മൈക്രോ ഫാരഡ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കിയേ, അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഡയറക്ട്ലി റിട്ടേൺ ഓൺ ദ ഔട്ടർ കോട്ടിംഗ്. ഇവിടെ 0.47 മൈക്രോ ഫാരഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ 0.47 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, അപ്പൊ സം ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്, എസ്പെഷ്യലി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിലൊക്കെ എന്താണ്, ദ കപ്പാസിറ്റൻസ് വാല്യൂ ഇസ് ഡയറക്ട്ലി റിട്ടേൺ ഓൺ ദ ഔട്ടർ കോട്ടിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ജസ്റ്റ് നോക്കിയിട്ട് അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ നോക്കുക, അപ്പൊ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ അതിൽ ഓൾറെഡി റിട്ടേൺ ആയിട്ടുണ്ടാവും. അപ്പൊ അത് എത്രയാണെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇനി വേറൊരു മെത്തേഡ് ഉള്ളത് ന്യൂമറിക് കോഡിംഗ് മെത്തേഡ് ആണ്. ന്യൂമറിക് കോഡിംഗ് മെത്തേഡ് അതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അധികം അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സിന്റെ മുകളിൽ ന്യൂമറിക് കോഡിംഗ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂമറിക് കോഡിംഗ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന്റെ മുകളിൽ ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഏത് കപ്പാസിറ്റൻസ് വാല്യൂവിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊരു 5 സ്റ്റെപ്പുകളുണ്ട്. 5 സ്റ്റെപ്പുകളല്ല, 5 പോയിന്റുകളുണ്ട്. ഒരു ന്യൂമറിക് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 5 പോയിന്റുകൾ നമുക്ക് അറിയാമെങ്കിൽ ഏത് ന്യൂമറിക് വാല്യൂ കണ്ടാലും നമുക്ക് അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, ആ പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ തേർഡ് വൺ ആയിട്ട് വരുന്നത് കളർ കോഡിംഗ് ആണ്. കളർ കോഡിംഗ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് തന്നെ. ആ ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്, അതേ കളർ കോഡിംഗ് ആണ്. അപ്പൊ എന്താ, റെസിസ്റ്ററിനുള്ളത് പോലെ തന്നെ സം കപ്പാസിറ്റേഴ്സിലേക്ക് അതിന്റെ പുറത്തെ കോട്ടിങ്ങിൽ കളർ ബാൻഡ്സ് ഉണ്ടാവും. നമുക്ക് റെസിസ്റ്റേഴ്സിലൊക്കെ 4 കളർ ബാൻഡ്സേ ഉണ്ടാവുള്ളൂ, ബട്ട് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൽ 5 കളർ ബാൻഡ്സ് ഉണ്ടാവും. ലാസ്റ്റ് ടോളറൻസ് കഴിഞ്ഞിട്ട് ഒരു വോൾട്ടേജ് റേറ്റിംഗ് കൂടി കാണിക്കും. ഓക്കെ, ബാക്കിയൊക്കെ സിമിലർ ആണ്, റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് പോലെ തന്നെയാണ്. ബട്ട് ഒരു 5 ബാൻഡ്സ് ഉണ്ടാവും. 5th ബാൻഡ് ഈസ് ഫോർ വോൾട്ടേജ് റേറ്റിംഗ് കപ്പാസിറ്ററിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ആ 3 തരത്തിലാണ് നമുക്ക് കപ്പാസിറ്റേഴ്സിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് റീഡിംഗ് ആണ്, അതിന്റെ മുകളിൽ നിന്ന് ഡയറക്റ്റ് റീഡ് ചെയ്ത് എടുക്കാം. സെക്കൻഡ് ആൻഡ് ഇമ്പോർട്ടന്റ് വൺ ആണ് ന്യൂമറിക് കോഡിംഗ്. ഓക്കെ, ന്യൂമറിക് കോഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കാരണം കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ നോർമലി ന്യൂമറിക് കോഡിംഗ് മെത്തേഡിലാണ് അതിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ കളർ കോഡിംഗ് ചോദിക്കും, കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ ന്യൂമറിക് കോഡിംഗ് ആണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊരു 5 പോയിന്റ്സ് ഉണ്ട്. ഈ 5 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ പറയാൻ പറ്റും. ഓക്കെ, അത് ഓക്കെ, നമുക്ക് ടൈം ആയി. അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽ കോഡിങ്ങിന്റെ ഈ 5 പോയിന്റുകൾ ആ ഒരു 5 പോയിന്റ്സും ഡീറ്റെയിൽ അത് വെച്ചിട്ട് നമ്മൾ ഒരു കപ്പാസിറ്ററിന്റെ മുകളിൽ ന്യൂമറിക് വാല്യൂ ഉണ്ട്, സോറി കോഡിംഗ് അല്ല ന്യൂമറിക് കോഡിംഗ്. ഒരു മുകളിൽ ഏത് ന്യൂമറിക് കോഡിംഗ് ആണുള്ളത് ആ ന്യൂമറിക് വാല്യൂ നോക്കിയിട്ട് ഈ 5 പോയിന്റ്സ് ഓർത്താൽ മതി. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ന്യൂമറിക് കോഡിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞു അതിന്റെ സ്പെസിഫിക്കേഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ സെക്ഷൻ ഫിനിഷ് ആയി. ദെൻ ഇൻഡക്ടറിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. അത് ഇൻഡക്ടറിൽ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ ടൈപ്സും സ്പെസിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും പഠിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ആക്റ്റീവ് കോമ്പണൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1
Present. 2, Present. 3, Present. 4, Present, ma'am. 5, Present, ma'am. 6, Present. 7, Present, ma'am. 8, Present, ma'am. 9, Present, ma'am. 10, Present, ma'am. 11, Present, ma'am. 12, Present, ma'am. 13, Present, ma'am. 14, Present, ma'am. 15, Present, ma'am. 16, 16 absent ആണോ? Ashwant Anil Kumar. Okay, roll number 17, Present, ma'am. 18, Present, ma'am. 19, Present, ma'am. 20, 20 absent ആണോ? Ashwant K. Okay, 21, Present, ma'am. 21, 22, Present, ma'am. 23, Present, ma'am. 24, Present, ma'am. 25, Present, ma'am. 26, Present, ma'am. 27, Present, ma'am. 28, 28. Present, ma'am. Fatim, okay, 29, Present, ma'am. 30, Present, ma'am. 31, Present, ma'am. 32, Present, ma'am. 33, Present, ma'am. 34, Present, ma'am. 35, Present, ma'am. 36, Present, ma'am. 37, Present, ma'am. 38, Present, ma'am. 39, Present, ma'am. 40, 40. Roll number 40, Muhammad Sahal. 41, Present, ma'am. okay, 42, Present, ma'am. 43, Present. okay, 44, Present, ma'am. 45, Present, ma'am. 46, Present, ma'am. 47, 47, 47. Present. okay, 48, Present, ma'am. 49, 49, Sahila Noora, 49 absent, 50, Present, ma'am. 51, Present, ma'am. 52, Present, ma'am. 53, Present, ma'am. 54, Present, ma'am. 55, Present, ma'am. Saurabh, 57, Present, ma'am. Present, ma'am. 58, Present, ma'am. okay, 59, Present, ma'am. 60, Present, ma'am. 61, Present. 62, Present. 63. Present, ma'am. Present. Okay, Ashwant absentees are, oh, Ashwant TK, okay, present മാർക്ക് ചെയ്തിട്ടുണ്ട്. Absentees roll number 40, മുഹമ്മദ് സഹൽ and 49, സാഹില നൂറ. രണ്ടാളാണ് ആബ്സെന്റ് ഉള്ളത്. ഓക്കെ സാഹില നൂറ പ്രസന്റ്, അപ്പം മുഹമ്മദ് സഹൽ ആബ്സെന്റ്. ഓക്കെ.